ഹലോ ഫ്രണ്ട്സ്, വീട്ടിലിരിക്കുമ്പോഴായാലും നമ്മൾ ഒരുങ്ങിയിരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ എടുക്കുന്നത് മോയ്സ്ചറൈസറാണ് കേട്ടോ. ഈ വാങ്ങിക്കുന്ന സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും വാരിപ്പത്താറില്ല. എനിക്ക് കുറച്ച് ആവശ്യമുള്ളത് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പം എൻ്റെ പുരികൊക്കെ നല്ല രീതിയിൽ വളർന്ന് വൃത്തികേടായിരിക്കുന്നുണ്ട്. ഇനി അതിനെയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ഐബ്രോ വെച്ച് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫേവറേറ്റ് നമ്മുടെ ഐലൈനർ വരച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതിലും ഏകദേശം കഴിയാറായിട്ടുണ്ട്. പുതിയത് വാങ്ങിക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തവരോട് ഒരു പൊട്ടും കൂടെ കുത്തിക്കൊടുത്ത് അതിനെ കൊണ്ട് തന്നെ. ഇനി അടുത്തത് നമ്മൾ ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് ഇട്ടെടുക്കാം. ലിപ്സ്റ്റിക്ക് എനിക്ക് എത്ര ഇട്ടിട്ടും കാര്യമില്ല, അതെപ്പോഴും ഞാൻ വായിച്ച് കളയും കേട്ടോ. പിന്നെയും ഇനി മുടി കെട്ടാം. മുടി ഇതുപോലെ നടുപ്പോപ്പൊക്കെ എടുത്ത് നമ്മളെ മുടിയുടെ അറ്റം വരെ മെടഞ്ഞിട്ടിട്ട് അതിൻ്റെ അറ്റത്തൊരു മുടിക്കുത്തിയും കിട്ടി പോകുന്ന പെൺപിള്ളേരെ നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. അതുമാത്രമല്ല, നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ നല്ല ഒതുക്കി വെച്ച് ഒരു മുടിയുടെ പോലും പറക്കാതിരിക്കുന്ന പെൺപിള്ളേരൊക്കെ ആണെങ്കിൽ അവരായിരിക്കും ഈ ഒരു നാട്ടിൽ നല്ല അച്ചടക്കമുള്ള കുട്ടികളല്ലേ. എൻ്റെ അമ്മയും സ്ഥിരം പറയാറുണ്ട് പണ്ടൊക്കെ, മുടി ഇതുപോലെ എപ്പോഴും മടഞ്ഞിട്ട് കെട്ടിയിരുന്നാലേ മുടി നല്ല പോലെ വളരൂ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ മുടിയൊക്കെ 2-3 മുടിലൊക്കെ എടുത്തിട്ട് മുടിയൊക്കെ ഇളക്കി നടക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം. എന്നാൽ വീട്ടിൽ നിൽക്കുമ്പോൾ ഏറ്റവും കംഫർട്ടായിട്ട് മുടി കെട്ടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ മുടി തലയിലുണ്ട് എന്നുള്ളത് പോലും നമ്മളറിയില്ല കേട്ടോ. ഈ ഒരു വിധത്തിലൊന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ഇതുപോലെ മുടി കെട്ടി വെക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതിൽ ഏതാണ്? മുടിയൊക്കെ നടുപ്പൊക്കെ എടുത്ത് ഫുള്ളായിട്ട് മടഞ്ഞിട്ടിട്ട് പടക്കത്തിൻ്റെ തിരി പോലെ മുടി കെട്ടി വെക്കുന്നതാണോ, അതോ ഇതുപോലെ കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് ഒന്ന് ഇതുപോലെയൊക്കെ നടക്കാനാണോ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് ടൈപ്പിലാണ് വീട്ടിലൊക്കെ ഇരിക്കാറെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ ബൈ.